يلا. चला 4 360. जी 4 يلا. ഇതൊരു തരം ജയില. അറബിയുടെ മറ്റുള്ള തോട്ടത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ കൊണ്ട് താമസിക്കുന്ന സ്ഥല. ഞാനതിന്റെ കാവൽക്കാരൻ. നിങ്ങളുടെ പേര്? പേര് മസൂൽ എന്ന് വിളിച്ചാ മതി. പിന്നെ മര്യാദക്ക് നിന്നാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിലുണ്ടല്ലോ ഇങ്ങോട്ട് ഇറങ്ങി വേടാ. അല്ല, ഈ കുഴിയൊക്കെ എന്തിനുള്ള? നിനക്ക് മിണ്ടാതെ പണിയെടുക്കാൻ പറ്റില്ലേ? ഒരു മലയാളിയല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. നാരകത്തെ നടാനാ. ദിവസം 4 കുഴി വെച്ച് 1 മാസം കൊണ്ട് 120 കുഴി കുത്തണം. അത് സാരില്ല, ആ മുസ്തഫ ജൽദി ജൽദി കേൾക്കണ്ടല്ലോ. മുസ്തഫ വിളിച്ച് നിനക്കുള്ള ശിക്ഷ കൂട്ടണമെന്ന് പറയാ. അത് നല്ല അടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാനില്ല. 3 മാസാ നിനക്കുള്ള ശിക്ഷ. അത് കഴിഞ്ഞാൽ തിരിച്ചു പോണം. അയ്യോ, പിന്നെ വേറെ തമാശ എന്താന്ന് വെച്ചാല് ഈ 3 മാസം നിനക്ക് ശമ്പളം ഇല്ല. സ്വപ്നഭൂവിലെ ജീവിതമോ സ്വർഗഭൂമികളീ വിധമോ സൂര്യകോപമപാരം യാ റഹ്മാൻ. എന്നാ കഴിച്ചോ. ഞാൻ നിന്റെ വേലക്കാരനല്ല. ആവശ്യമുള്ളത് സ്വയം വെച്ച് കഴിക്കണം, മനസ്സിലായോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാനത്. നല്ല കൈപ്പുണ്യം. കഴിച്ചോ. ഉമ്മയുടെ ശബ്ദം കേട്ടിട്ട് എത്ര നാളായെന്നറിയോ? അതിലൊരു തവണ വിളിച്ചോ. അയ്യോ, ഇത് അറബീനെയും മസൂലിനെയും വിളിക്കാനുള്ളതല്ലേ? നിന്നോട് പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാചകം അടിക്കരുതെന്ന്. എന്നാ ഇതിൽ ആദ്യം ഈ നമ്പർ അടിക്കുക, എന്നിട്ട് പിന്നെ നിന്റെ നമ്പർ അടിക്കുക, മനസ്സിലായ? അപ്പൊ ഇതിലെ കാശേ പോവുള്ളൂ. ഹലോ സീതളപ്പ, സമീറാണ്. സുഖാണ്. ഉമ്മ അവിടെ ഉണ്ടോ? ഒന്ന് കൊടുക്കുവോ? സീതളപ്പ അവിടെ എന്തോ പരിപാടി. ഉമ്മ അവിടെ ഉണ്ട്. എന്റെ ഭാഗ്യം. ഉമ്മ സുഖാണ്. ഉമ്മ ഇവിടെ നന്നായി പോണുമ്മ. ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങളൊന്ന് കാണുന്നുണ്ട്. കുഴപ്പമില്ല, കുറച്ചേരം കൂടെ ഉള്ളൂ. എൻ്റെ സുനനാക്ക് സുഖല്ലേ? ഒക്കെ വിളിച്ചൊന്ന് പറയണേ. ഉപ്പാട് പറയട്ടാ. ശരി ഓക്കട്ടെ. ഞങ്ങളെ കൂടെ കരയിപ്പിച്ചല്ലേ മോയന്തേ. നിന്റെ വീട്ടിലെ കാര്യം കേട്ടിട്ടല്ല ഞാൻ വിഷമിച്ച. എന്റെ കാർഡിലെ മൊത്തം കാശും കളഞ്ഞു. എന്താടി? മതി, പണിക്കിറങ്ങാനുള്ള സമയായി. പിന്നെ ജയിലിൽ പരോട് കിട്ടോ? എന്തിനാ? ഒന്നുമില്ല, അവിടെ അടുത്ത് കടലുണ്ട് കേട്ടോ, ഒന്ന് കാണാൻ പറ്റുമോ? നീ എന്താ ടൂറിന് വന്നാ?
ചാരത്തു ഞാൻ വന്നിതാ പ്രാണനേ സ്നേഹത്തിനാ ഫ്രൂട്ടിയാ. ആ മെസ്സി കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞ്. അല്ല, അവിടെ അറബിക്കടലിൽ ഇട്ടതാ, ഇവിടെ എത്തി. എന്താ നോക്കണേ? ഒന്നുമില്ല, പോവാം. കുറച്ചേരം കൂടി. വേണ്ട 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 മോനെ, ഇതുവഴിയേ നീ കേരളത്തിലോട്ട് നിന്നും കുറച്ചും കൂടെ നേരം നിന്നെ ഇവിടെ ആക്കി കഴിഞ്ഞാ വന്നേ. കാത്തിരിക്കാട്ടാ. അവിടെ ഇരിക്കണ്ടാ. ഇവിടെ ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ മോങ്ങിക്കൊണ്ട്. ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ. കരച്ചില് നിർത്തിക്കേ. പ്രസന്നീശ്വര കാര്യം തന്നെ മുളന്ന് നോക്കിക്കേ. എത്ര നാൾ എന്റെ പുറകെ നടന്നതാ ഗോപിയേട്ടൻ. പ്രസന്നെ, നീ എന്നെ വിട്ട് പോലേടി, നീ എന്റെ പൊന്നാടി, തേനാടി, പാലാടി എന്നും പറഞ്ഞിട്ട്. എന്നിട്ടോ സർക്കാർ ജോലി കിട്ടിയപ്പോ പൊന്നുമില്ല, പാലുമില്ല, തേനുമില്ല. അങ്ങോരെന്നെ ഇട്ടിട്ട് പോയില്ലേ. ഒരു കാര്യമില്ലാതെ ആ വാശിക്ക് ഞാൻ കല്യാണം കഴിക്കാതെ ഇത്രയും നാള് നിന്ന്. എന്നിട്ടോ ആർക്ക് നഷ്ടമുണ്ടായി? എന്റെ നല്ല ജീവിതം അങ്ങോട്ട് പോയി കിട്ടി. മോളെ, ആ വില്ലേജ് ഓഫീസിൽ ഷുക്കൂറിൻ്റെയും ആലോചന വന്നതല്ലേ കുഞ്ഞിന്? എൻ്റെ മോളത് സമ്മതിക്കും. എന്നാ നിന്റെ തോന്നിയാസം നടക്കടി. പിന്നെ അവൻ തിന്നു കൊഴുത്ത് അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴത്തേനും പട്ടികാട്ടി കിടക്കണം നിന്നെ ആലോചിക്കാൻ നിൽക്കുകയല്ലേ. ഞാൻ അവൾക്ക് മനീഷ കൊയ്രാളെന്ന് പേരിടും, എന്നിട്ട് കൊയ്രാളെന്ന് വിളിക്കും. ഓ, നീ എലിസബത്ത് രാജ്ഞി എന്ന് വിളിച്ചാലേ എനിക്ക് കുഴപ്പമില്ല. ചെല്ല്. നിങ്ങളുടെ പേര് പോലും എനിക്ക് അറിയില്ല, എന്നാലും സ്നേഹം എന്നായിരിക്കും പേരിന് അർത്ഥം എന്നറിയാം. നീ വലിയ വർത്താനം ഒന്നും പറയണ്ട. ഗുലാം ദയ അടിവാരത്ത് നിൽക്കുന്നുണ്ടാവും. ചെല്ല്. ശരി. പിന്നെ ആ പൂച്ചനെ അയാൾ കാണണ്ട. നോക്കിക്കോളാം. ആ, ഓരോന്ന് വന്നോളും മനുഷ്യര്. അല്ല, എന്താ പൂച്ചക്കുട്ടിയായിട്ടാ കളി? നേരം പോളില്ല, അങ്ങോട്ട് വന്നൂടെ? അസലായി. നിങ്ങൾക്കറിയാലോ, തോട്ടത്തിന് പുറത്ത് നല്ല അടിയുള്ളൂ. മാത്രല്ല കൊയ്രാളിക്ക് വിഷമാവേ. കൊയ്രാള് അതാരാ? ഇതാ അന്റെ ജയിൽവാസമൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും തല്ലിനും മഴക്കിനൊന്നും പോണ്ട. ഇത് നമ്മുടെ നാടല്ല. നിങ്ങൾ എവിടെന്നാ? ഞങ്ങൾ അലയില് പോയിട്ട് വരിക. പിന്നെ നമ്മുടെ ബലൂജി അമീറിന്റെ കാര്യം അറിഞ്ഞാ? ഇല്ല. അയാള് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ടേ 3 ആഴ്ചയായിട്ട് ആസ്പത്രി കിടക്കല്ലേ. ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. അന്റെ വലിയ ചങ്ങായി അല്ലടോ. ഇന്ന് ഫിദയുടെ നിക്കാഹ. മുസ്തഫയും ഫാറൂഖും ഖത്താറേക്ക് പോയിട്ടുണ്ട്. എന്നെയും വിളിച്ചതാ. പോവായിരുന്നില്ലേ? വർണ്ണ വിളക്കുകൾ തെളിഞ്ഞിട്ടുണ്ടാവും. ആവി പറക്കുന്ന ഭക്ഷണം നിറഞ്ഞിട്ടുണ്ടാവും. ഒപ്പനയുണ്ടാവും. സാരില്ല, ഞാൻ സ്വതന്ത്രനായില്ലേ. കഴുത്തൂറിൻ്റെ പോയില്ലല്ലോ. നോക്കൂ സുലൈമാനെ, എൻ്റെ നസി 1.5 വർഷമായി ഞങ്ങളെ കണ്ടിട്ട്. ഇനിയൊരു 1.5 കൊല്ലം കാണാൻ. സുലൈമാനെ, പ്രണയം ഒരു തെറ്റാണെങ്കിൽ നാജിത്തും കുറ്റക്കാരനാണല്ലേ? ശരി,
പിന്നെ എന്തിനും രാജ്യത്തിന് മാത്രം ശിക്ഷിച്ചു? നീ എന്തിനാ ഇത് എന്നെ എപ്പോഴും ചോദിക്കുന്നത്? നിന്റെ സാമീപ്യം ഞാൻ കൊതിച്ചത് എൻ്റെ വേദനകൾ മറക്കാനാ. നീയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഊതി കത്തിക്കുന്നു. നിന്റെ മനസ്സിൽ കനലുണ്ടായല്ലേ ഞാൻ ഊതിയ കത്തുള്ളൂ. ആ കനല സമീറെ നമ്മൾ രണ്ടുപേരെയും അടുപ്പിച്ചത്. ഇല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കാതെ ഈ വഴി കടന്നു പോകുന്ന ഒരാളായി നീയും മാറിയൻ. അല്ല, ഇത്ര വിഷമമുണ്ടെങ്കിൽ നിനക്ക് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോക്കൂടെ? നെസ്സിയെ കാണാണ്ട് ഇരിപ്പുറയ്ക്കാതെ ഉള്ള പണിയും കളഞ്ഞ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുള്ളൂ. പിന്നെ പെരുത്ത് കടണ്ട് സുലൈമാനെ. ചെല്ല്, സമയം ഏറെയായി. നിന്റെ കൊയിലാളെ കാത്തിരിപ്പുണ്ടാവും. ഒരാളെ കുട്ടി കൊയിരാളെ കൊയിരാളെ कौन है? दरवाजा खोला करो. क्या है? क्या चाहिए? കൊയിരാളെ कोयला? क्या छाड़ 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 मत छेड़ चले साला ले चलेगा हरामी. മോളെ എന്തെങ്കിലും പറ്റിയോ? എനിക്കങ്ങനെ കടിക്കേ മാന്തി എന്തെങ്കിലും ചെയ്യുന്നില്ലേ? സാരില്ല കേട്ടോ. പോയാ തെണ്ടി എൻ്റെ കൊയിരാളത്തിനാണ്. क्या है? മേലെ ഫോട്ടോ ചെയ്തോ? क्या എടാ എന്റെ ജീവിതമാണത്. ഈ മരുഭൂമിയാണ് പിടിച്ചിട്ടുള്ള ഏക പിടിവലി താടാ. फोटो मेरे पास नहीं है. मुस्तफा मेरा बीवी का फोटो. अरे तुम्हारा बीवी का फोटो हमको क्या करना है? ए सर बोल जी मेरे वेला रहीला. तुम्हारा हाथ दे अच्छा जन जरा देख भाई जरा अरे अभी छोड़ो तुम, कल सुबह दे देगा. मुझे अभी मांगता है. छोड़ो पूरा. ഫാറൂഖ് നീ തമാശ കളിക്കല്ലേട്ടാ. എന്റെ ജീവിതം വെച്ചിട്ടാ നിന്റെ കളി. ഫാറൂഖ് আমার গায়ে হাত তুলেছে সালাকে গোস করে খাবো মেরে দেবো একদম কলকাতা নিয়ে যাবো বাবা রে মারে সালাম तुम अपने आप को क्या समझ कर रखा? मामूली बनवारी. जाके फोड़ लो. बोला हरामी, बोला मैं कितने बार?
मेरे साथ में खेलने का नहीं। मैंने बोला था ना, कितने बार बोला। गुलाम भाई बलू चमर मर गया। പിന്നെ എൻ്റെ കൊയിലാളന്ന് മരിച്ചിട്ടാ. ആ മുസ്തഫാന്റെ തൊഴിലുണ്ട് അന്ന് മുതൽ എൻ്റെ വയ്യ. എനിക്കിനി നീയല്ലാതെ ആരാളേ? എല്ലാം പോയില്ലേ ഗൾഫുകാരൻ. കരീം കട കടയ്ക്ക ഞാന് സുലൈമാനാ? ഒരൊട്ടകത്തിന്റെ അത് ഇന്നാളുണ്ടായ കാറ്റത്ത് മൂടിപ്പോയില്ലേ? ഇപ്പൊ അവിടെ മാനമുട്ടൊരു കുന്നാ. അല്ല സമീറെ, എന്ത് കോലാന്റെ സമീറെ. എനിക്ക് തോന്നണെന്താ അറിയോ? എല്ലാം ഉള്ളിലൊതുക്കി പോലെ കിടക്കും. പക്ഷെ അതിനു മുന്നേ ഒരിക്കൽ കൂടി ഉമ്മാടെ അടുത്തൊന്ന് പോയിരിക്കണ. ഉണ്ടാക്കി തരാറില്ല മുനിയാക്കാരി കൂട്ടി വേറെ ചോറിട്ടാണ്. फारूक, वो भी उसका अंदर डालो। रोज का काम है, तुम लोग को कितना बार बोले। ला എന്താടാ? നാളെ വൈകിട്ട് എനിക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റ് കിട്ടണം. ഇല്ലെങ്കിലോ? അല്ലെങ്കിൽ ശരിക്കുള്ള മലയാളി ആരാണെന്ന് താൻ അറിയും. നീ എന്ത് ചെയ്യും? എന്തും ചെയ്യും. എനിക്കിനി ഒന്നും നോക്കാനില്ല. ചന്ദ്ര അതെടുത്ത് ആ പെട്ടിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടേ ഒരു ദിവസം എൻ്റെ കുടുംബത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞിട്ടേ എൻ്റെ സുറുമിക്ക് അറിയാം. പിന്നെ ഇതുള്ള കൈ തന്നെ കൊടുക്കണം. അത് ഇതിരിക്കട്ടെ, ഇരിക്കട്ടെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. വാങ്ങിക്കോ. അസ്സലാമലൈക്കും. വലൈക്കും. അല്ല സമീറ, ഇനി നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ പരിപാടി? കൂലിപ്പണിയാണെങ്കിലും സ്ഥിരമായിട്ട് പണിക്ക് പണി കഴിഞ്ഞുള്ള വകുപ്പൊക്കെ നാട്ടിലുണ്ടെന്ന്. അത് സത്യ. ഇതങ്ങോട്ട് വെച്ചേ. എന്താ? ഇത് ടൈഗർ ബാം, ടോർച്ച്, മിഠായി, പെർഫ്യൂം, അങ്ങനെ അത്യാവശ്യം ഒരു ഗൾഫുകാരൻ നാട്ടിൽ പോകുമ്പോ കയ്യിൽ കരുതുന്ന സാധനങ്ങളൊക്കെ ഇതങ്ങോട്ട് വെച്ച സമീറ. തുടർന്നു അല്ലെങ്കിൽ ബാഗിലേക്ക് ശരിക്ക് വെക്കേ. हमारे साथ खाना खाएगा? ഇങ്ങോട്ട്. समीर, तुम्हारा बीबी को सलाम बोलो।